മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘൻ മഞ്ജുവിനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ മഞ്ജു റൂമിലോട്ട് വരുന്ന സമയത്ത് മേഘൻ മഞ്ജുവിനെ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനോട് വളരെ ഇഷ്ടത്തോടുകൂടി അടുക്കാൻ ശ്രമിക്കുമ്പോൾ മഞ്ജു കുതറി മാറുന്നുണ്ട്. അന്നേരം മേഘൻ ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് മഞ്ജു എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കുതറി മാറുന്നത്? എൻ്റെ വ്രതം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ മാറിപ്പോകുന്നതെന്നൊക്കെ മഞ്ജു പറയുന്നു. നിൻ്റെ വ്രതം എന്നാണ് അവസാനിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. മേഘൻ അന്നേരം പറയുന്നുണ്ട്, കർക്കിടകത്തിലല്ലേ എൻ്റെ വ്രതം ആരംഭിച്ചത്, അത് ചിങ്ങമാസത്തിലേ അവസാനിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് മഞ്ജു. അപ്പോൾ മേഘം പറയുന്നുണ്ട്, നീ ചിങ്ങമാസത്തിൽ എന്തിനാണ് വ്രതം അവസാനിപ്പിക്കുന്നത്? കന്നിയും തുലാം എല്ലാം അങ്ങോട്ട് വ്രതം എടുത്തോ എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, വേണ്ടി വന്നാൽ അത് തുടരുക തന്നെ ഞാൻ ചെയ്യുമെന്ന് മഞ്ജുവും പറയുന്നുണ്ട്. എന്തിനാണിപ്പോൾ വ്രതം എടുക്കുന്നതെന്ന് മേഘൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നമ്മളുടെ രണ്ട് കൂട്ടുകാരുടെയും കുടുംബത്തിന് യാതൊന്നും സംഭവിക്കാതിരിക്കണം. നിങ്ങൾ ഏട്ടത്തിയെ കൊന്നതല്ലേ, അതുകൊണ്ട് ഒരു ഉപദ്രവവും ഏട്ടത്തിയുടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വ്രതം അനുഷ്ഠിക്കുന്നതെന്നൊക്കെ മഞ്ജു പറയുകയാണ്. പിന്നെ ഉണ്ണിയുടെ കാർ ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ട്. അങ്ങനെ ഉണ്ണി കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തേക്ക് ഒരു പെൺകുട്ടി ലിഫ്റ്റ് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നു ആരാണെന്ന്. അങ്ങനെ പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ മുന്നിലോട്ട് ഒരു കാറ്റ് വീശുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ മുഖം ഉണ്ണിയുടെ നേരെ തെളിഞ്ഞു വരികയാണ്. അത് കാണുമ്പോൾ ഉണ്ണി പേടിച്ച് അവിടെ നിന്ന് ഓടി. ഉണ്ണിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ കരുണ മോഹിനിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കരുണയ്ക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ കരുണ ആകെ അസ്വസ്ഥതയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു അസ്വസ്ഥത കരുണയ്ക്ക് സംഭവിക്കുന്നുണ്ട്. കരുണയ്ക്ക് ഒന്നാമത് പ്രേതത്തെ പേടിച്ചുകൊണ്ടുള്ള കിടപ്പാണ്, അതുകൊണ്ടിട്ടാണ് കൂടുതൽ കരുണയ്ക്ക് ഉറക്കം വരാത്തത്. അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഉണ്ണിയെ മാർക്കോ തന്നെയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് മാർക്കോയുടെ, എന്തെങ്കിലും ഉണ്ണിക്ക് സംഭവിച്ചോ, എനിക്ക് പേടിയാകുന്നുണ്ട്, ഇത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് മാർക്കോവിനോട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട മഹാലക്ഷ്മി, ഉണ്ണിക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, ചെറുതായിട്ട് പേടിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് മഹാലക്ഷ്മി സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ണിയുടെ ഫോണിൽ നിന്ന് ഹോസ്പിറ്റലുകാർ തന്നെ ദുർഗയെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ദുർഗ ഇതറിഞ്ഞ് കരുണയെ വിളിക്കുന്നു. കരുണയും ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നീട് ദുർഗ വാമദേവനെ വിളിക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ണിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വാമദേവനെ വിവരം അറിയിക്കുന്നു. അങ്ങനെ വാമദേവൻ ഉടനെ തന്നെ ദുർഗയുടെ അടുത്ത് വരുന്നു. അങ്ങനെ ദുർഗയെയും കൊണ്ട് വാമദേവൻ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലുകാരിൽ നിന്നും ഉണ്ണിക്ക് ആക്സിഡൻ്റായ കാര്യങ്ങളെല്ലാം അറിയുകയാണ്. അതിനിടയിൽ മേഘനാഥനോടും വിവരം പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്, ഇത് വേറെ ആരുമല്ല, മഹാലക്ഷ്മിയുടെ പ്രേതം തന്നെയാണ് അവനെയും ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാരണം, ഞാൻ കണ്ട പോലെ തന്നെയായിരിക്കും അവനും കണ്ടത് എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസമായല്ലോ എന്ന് പറയുന്നുണ്ട് മേഘനാഥൻ. എന്നിട്ട് പറയുന്നുണ്ട്, ദുർഗ ഇവൾ ജീവിച്ചിരുന്നപ്പോൾ ഇത്രയും ശല്യമില്ലായിരുന്നു, ഇവൾ മരിച്ചതിന് ശേഷമാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഒരു ശല്യമായിട്ട് തീർന്നിരിക്കുന്നത്, ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ദുർഗ വാമദേവനോടും മേഘനാഥനോടുമായിട്ട് പറയുന്നുണ്ട്. മഹാലക്ഷ്മിയെ ദ്രോഹിച്ചവരെയെല്ലാം മഹാലക്ഷ്മി ഓരോരുത്തർക്കായിട്ട് തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ത്രില്ലിംഗ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.